നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ? ഇന്ന് 22-ാം തീയതി കോടതി വിധി പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല എങ്കിൽ, കോടതിക്ക് സംശയമുണ്ടെങ്കിൽ, കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കിയ രേഖകളിൽ സംശയമുണ്ടെങ്കിൽ, കൂടുതൽ വാദങ്ങൾ കേൾക്കുമ്പോൾ സംശയം നിവൃത്തി വന്ന ശേഷം വിധി പറയുകയുള്ളൂ എന്നാണ് കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അവിടെ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദം നടത്തിയിരുന്നു. അതിൽ 3 പ്രധാനപ്പെട്ട രേഖകൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് 5-ാം നമ്പർ രേഖയായി ഹാജരാക്കിയ, ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന രേഖയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതി തന്നെ പറയുകയാണ്, എൻ്റെ ഭർത്താവിനേക്കാളും അധികം എന്നെ ഇഷ്ടം ആരെയാണ്? രാഹുൽ മാങ്കൂട്ടം. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കിടപ്പറ പങ്കിടണം, എൻ്റെ ലൈഫിലെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹപ്രകാരമാണ് നമ്മൾ സെക്ഷലി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിലാർക്കും ഉത്തരവാദിത്തമില്ല, എനിക്ക് മാത്രമാണ് ഉത്തരവാദിത്തം. രാഹുൽ മാങ്കൂട്ടം ആ ആഗ്രഹത്തിന് നിന്നു തന്നു എന്നുള്ളൂ എന്നാണ് ആ സംഭാഷണത്തിൽ പറയുന്നത്. ഈ സംഭാഷണം കേട്ട് ജഡ്ജ് ഞെട്ടി, മജിസ്ട്രേറ്റ് ഞെട്ടി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ബലാത്സംഗ കേസിലെ ട്വിസ്റ്റാണിത്. ബലാത്സംഗ കേസിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ കൊട്ടിഘോഷിക്കപ്പെട്ട് ഒരു രാത്രി 12:30 മണിക്ക് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ഒരു എല്ലാ നിയമങ്ങളും ലംഘിച്ച് കേരളം മുഴുവൻ ഇളക്കിമറിച്ച് ഇന്നിതാ രാഹുൽ മാങ്കൂട്ടം വഴി UDF എല്ലാം തകർന്നു പോകാൻ പോകുന്നു, UDFിലെ ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെ നേരിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്. ആ അറസ്റ്റ് നടന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുവതിയുടെ ബലാത്സംഗ പരാതിയാണ്. ബലാത്സംഗം എന്താ നടന്നത്? 8/4/2023-24 1 കൊല്ലവും 7 മാസം മുമ്പ് നടന്ന പരാതി സംഭവത്തിൽ അന്ന് പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എപ്പോഴാ പരാതി കൊടുക്കാൻ തോന്നിയത്? അതായത് പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി കുറേ പെൺകുട്ടികളെ മുന്നിൽ 2 പെൺകുട്ടികളെ മുന്നിൽ നിർത്തി 8 നിലയിൽ കോടതിയിൽ പൊട്ടിയ ശേഷമാണ് യുവതി അറിയുന്നത്, എന്നെപ്പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പല സ്ത്രീകളെയും സ്നേഹിക്കുന്നുണ്ട്, അവരുമായി സെക്ഷലി ബന്ധമുണ്ടായിട്ടുണ്ട്. അതോടുകൂടിയിട്ടാണ് യുവതി ചാടി എഴുന്നേറ്റത്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച്, ഡോക്ടറായ ഭർത്താവിനെ, ഡോക്ടറേറ്റ് ഉള്ള യുവതി, ബിഫാമിൽ ഡോക്ടറേറ്റ് ഉള്ള യുവതി വഞ്ചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തിരുവല്ലയിലെ ഹോട്ടലിൽ 408-ാം നമ്പർ റൂമിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് കൊടുത്ത പരാതി എന്തിനാണ്? ഈ തനിക്കുണ്ടായിരുന്ന പ്രണയ നൈരാശ്യം, തന്നെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം സ്നേഹിച്ചിരുന്നത്, വേറെ ആരെയും ഇല്ല എന്ന് ചിന്തിച്ചിരുന്ന യുവതി രാഹുൽ മാങ്കൂട്ടം അങ്ങനെയല്ല, പലരെയും സ്നേഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ താൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തിരുവല്ല ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവത്തെ അത് ബലാത്സംഗമാക്കി. വൈരാഗ്യം തീർക്കാൻ വേണ്ടി പിണറായി വിജയൻ തന്നെ ഈ യുവതിയെ ഉപയോഗിച്ചു. പി ശശി ആണ് ഉപയോഗിച്ചത്. അങ്ങനെ ഈ യുവതിയെ ഉപയോഗിച്ച് കള്ളപ്പരാതി ഉണ്ടാക്കി, ബലാത്സംഗം ചെയ്തതായിട്ട് ഒരു പരാതി ഉണ്ടാക്കി. എന്തൊക്കെയാ പരാതി പറയുന്നത്? തന്നെ മുഖത്തടിച്ചു എന്നാണ് പഠിച്ചത്. 8/4/2023 ആ യുവതി എന്നെ റൂമെടുത്തു. ഏറ്റവും വിചിത്രമാണ്. യുവതി റൂമെടുത്ത ശേഷം ആ രാഹുൽ മാങ്കൂട്ടം കടന്നു വരുന്നു. എന്തിനാണ് ആ യുവതി പറയുന്നത്? ഞാനും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ ഭർത്താവും വരുമായിട്ട് യാതൊരു പ്രശ്നവും ഈ അടുത്ത കാലം വരെ ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് കുടുംബങ്ങളൊക്കെ പുറത്തുവിടുന്ന വിവരം. അവരുടെ പേരൊന്നും പറയാൻ പറ്റാത്തത് നമ്മൾ അവരുടെ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിലെ ഒരു പ്രമുഖ ക്രിസ്ത്യൻ കുടുംബമാണ്. ആ ക്രിസ്ത്യൻ കുടുംബത്തിലെ പലരുടെയും വീഡിയോകൾ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് യുവതി ഭർത്താവുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള കംപ്ലൈന്റ് പറയുന്നത് ഭർത്താവുമായിട്ടുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു വരുത്തിയതെന്നാണ്. ഇത് കള്ളമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ പറയാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവർ ഒരു 1-2 വർഷമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അങ്ങനെ ഈ ഹോട്ടലിൽ വിളിച്ചു വരുത്തിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കല്യാണം കഴിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുട്ടി ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചതും പറഞ്ഞതുമെല്ലാം ആരാണ്? ഈ യുവതിയാണ്. ആ യുവതി പറഞ്ഞതിൻ്റെ ഓഡിയോ ആണ് ഓഡിയോകളാണ് കോടതിയിൽ രേഖാമൂലം തന്നെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗൽ അജിത് കുമാർ ഹാജരാക്കിയിട്ടുള്ളത്. അത് കേട്ട് ഞെട്ടിയ കോടതി ജഡ്ജ് ഇതിനാണോ പരാതി കൊടുത്തത്? അതായത് ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് അവിടെ കിടപ്പറയിൽ രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് ആ ലേഡിയുടെ ആഗ്രഹമായി. എന്നിട്ട് എഴുതി പിടിപ്പിച്ച എന്താ? മുഖത്തടിച്ചു, അതേപോലെ കാർക്കിച്ചു തുപ്പി,
ശരീരം വേദനിപ്പിച്ചു, മാന്തി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ്. 8 നിലയിലാണ് ഈ സംഭവം ഈ ഓഡിയോയിൽ കൂടെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞത്. ആ രേഖകൾ, അത് ഓഡിയോകൾ 1, 2 അല്ല, പല ഓഡിയോകളുണ്ട്, പല ശബ്ദ സംഭാഷണങ്ങളുണ്ട്. കൂടാതെ ആ യുവതി തന്നെ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ബലാത്സംഗം നടന്ന 8-4 ശേഷം ആ യുവതി നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ട് പലതവണ ബന്ധപ്പെടുകയായിരുന്നു. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവിനെ കൊന്നു കളയണം, എങ്ങനെയും കൊന്നു കളയണം, കാരണം എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ ജീവിക്കണമെങ്കിൽ എങ്ങനെയും കൊല്ലണം എന്നുള്ള വാക്ക് കേട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തത്, ആ യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അങ്ങനെ നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെരുപ്പ്, വില പിടിച്ചുള്ള ചെരുപ്പ്, ഷർട്ട്, മറ്റു ഡ്രസ്സുകൾ, അവസാനം എന്തായി, ഇത്തരം കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യാണ്. അതിൻ്റെ ചാറ്റിൻ്റെ ഒരു ഭാഗമാണ് യുവതി, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഭാഗം മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടുള്ളത്, ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ മറുഭാഗം കോടതിയിലെത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ജീവനായി ഇഷ്ടമാണ്, എനിക്ക് രാഹുൽ മാങ്കൂട്ടനെ ജീവിക്കണം, കുഞ്ഞുണ്ടാവണം എന്നൊക്കെ ആഗ്രഹങ്ങളാണ് ഈ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യിലെടുക്കാൻ വേണ്ടി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബലാത്സംഗം നടന്ന ലേഡി അന്ന് തന്നെ പരാതി കൊടുത്ത്, അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ്, സ്വന്തം സിസ്റ്ററോടോ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ മറ്റാരോടോ പറഞ്ഞ് അപ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കില്ലേ? ഈ സന്ദർഭങ്ങളിലൊന്നും ആ യുവതിക്ക് യാതൊരു പരാതിയില്ല, അടുത്തത് ഘട്ടത്തിലും പരാതിയില്ല. 3-ാം ഘട്ടം എന്താണ്, രാഹുൽ മാങ്കൂട്ടം മൊബൈൽ അവർ ബ്ലോക്ക് ചെയ്യാണ്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ, രാഹുൽ മാങ്കൂട്ടമാണ് ആ യുവതിയെ വേണ്ടെന്ന് വെക്കുന്നത്. എന്നാൽ ആ യുവതി വഴിയിൽ നടക്കണം, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് സംസാരിക്കണം, രാത്രി സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2ാമത്തെ രേഖ എന്ന് പറഞ്ഞ് 3-ാം നമ്പർ രേഖയെ ഹാജരാക്കിയിട്ടുള്ള എന്താ പറയുക, ഈ യുവതി അതേപോലെ രാഹുൽ മാങ്കൂട്ടനുമായി നടത്തിയുള്ള ചാറ്റുകളാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട രേഖ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ യുവതി ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടാതെ വന്നപ്പോൾ ആ യുവതി രാഹുൽ മാങ്കൂട്ടന്റെ സുഹൃത്തായ ഫെനി നൈനാനുമായി അടൂരിലുള്ള ഫെനി നൈനാനുമായി നിരന്തരമായി ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടതിൽ അവർ പറയുന്ന കാര്യം, ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ള ഒരാൾ അറിഞ്ഞാലും വേണ്ടില്ല, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒന്ന് കഴിയാനുള്ള സൗകര്യം ഉണ്ടായി തരണം. ഒരു 4 മണിക്കൂർ, ഏത് കാനഡയിൽ നിൽക്കുന്ന യുവതിയാണ്, അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എനിക്ക് ഒരു 4 മണിക്കൂർ കഴിയാനുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന പരാതിയിലെ വാചകം എന്താണ്, റൂമിലേക്ക് കടന്ന ഉടൻ തന്നെ ചാടി വീണു ആര്, രാഹുൽ മാങ്കൂട്ടനാ, എന്നിട്ട് അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 മണിക്കൂറിലേക്കുള്ള വരുമ്പോൾ, 4 മണിക്കൂർ ഒരുമിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ചാടി വീണ് ബലാത്സംഗം ചെയ്യുക, ക്രൂരമായി ബലാത്സംഗം ചെയ്യില്ലേ? ആ ഒറ്റയ്ക്ക് എന്നെ കാണണം എന്നാ പറഞ്ഞത് ആര്, ഈ ഫെനി നൈനാനോട്. ഫെനി നൈനാൻ പറഞ്ഞെന്താ, എന്നെ കാണണ്ട, അല്ല അത് വേണ്ട, നിങ്ങൾ ഒരു MLA ഓഫീസ് വന്നോ, അപ്പൊ MLA ഓഫീസിൽ ആളുകൾ ഉണ്ടാവില്ലേ, എനിക്ക് പേഴ്സണലായിട്ട് വേണം രാഹുൽ മാങ്കൂട്ടനെ കാണാൻ, രാഹുൽ മാങ്കൂട്ടനെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചതാ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു കാറിൽ യാത്ര ചെയ്തോളാം, ഞങ്ങൾ എൻ്റെ കാറിൽ കൊണ്ടുപോകാം, MLA കാർ വേണ്ട എന്നെല്ലാം പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച്, ഒരു പ്രണയം കാമം മൂത്ത് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ആ യുവതി ഇത്തരം സംഭാഷണങ്ങൾ അയച്ചിട്ടുള്ളത്. അതാണ് 3ാമത്തെ രേഖയായിട്ട്, 4-ാം നമ്പർ രേഖയായിട്ട് അഡ്വക്കേറ്റ് കോടതി ഹാജരാക്കിയിട്ടുള്ളത്. കൂടാതെ FIS, ഈ FIS എങ്ങനെ പുറത്തു വന്നത്, FIR എങ്ങനെയാണ് പുറത്തു വന്നത്, ബലാത്സംഗ കേസിൽ FIRസും പ്രതിക്ക് വാദിക്ക് കിട്ടുമോ, അല്ല സോറി പത്രക്കാർക്ക് കിട്ടുമോ, അറസ്റ്റ് ചെയ്ത ഉടനെ അന്ന് തന്നെ ഇത് പോലീസുകാർ അല്ലെങ്കിൽ വാദി തന്നെ എല്ലാവർക്കും കൊടുത്തു. അതെങ്ങനെയാണ് കൊടുക്കുക, നിയമവിരുദ്ധമാണ്. ബലാത്സംഗ കേസിലെ കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. നമ്മളാരും പോയിട്ട് ഒരു വേറൊരു ബലാത്സംഗ കേസിലെ FIRോ FISോ കിട്ടില്ല. അപ്പോൾ ഈ FIR FISും കൊടുത്തത് തന്നെ അവരുടെ വൈരാഗ്യ ബുദ്ധി തെളിയാൻ വേണ്ടി, അത് നാട്ടുകാർ ഇവിടെ അറിയട്ടെ, ഇതിങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം നാറട്ടെ, പിണറായി വിജയൻ പറയുന്ന പ്രകാരം നീങ്ങാം, P ശശി പറയുന്ന പ്രകാരം നീങ്ങാം. ആരാണ് ഈ പരാതി തയ്യാറാക്കിയത്? അതാണ് കോടതിയിൽ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം. ഒരേ പരാതി, ഒരേ സ്റ്റൈലിൽ, ഒരേ ഭാഷയിൽ എഴുതണമെങ്കിൽ ഒരു അഡ്വക്കേറ്റിനല്ലേ കഴിയുള്ളൂ. ആ ഒരു അഡ്വക്കേറ്റ് ക്രിമിനൽ ബുദ്ധി അഡ്വക്കേറ്റ് ആണെങ്കിലും ഒരേ ഭാഷയും ഒരേ ശൈലിയും എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവുമോ? അപ്പൊ പിണറായി വിജയൻ തയ്യാറാക്കിയ പരാതികളാണ് ഇതൊക്കെ. പിണറായി വിജയൻ തയ്യാറാക്കണമെങ്കിൽ ആരൊക്കെ ഉണ്ടാകും? ഇതിന് അഗ്രഗണ്യനായ ബലാത്സംഗങ്ങളിലും പെണ്ണ് കേസിലും അഗ്രഗണ്യനായ
പി ശശി അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? എനിക്കറിയാം, എൻ്റെ ഓഫീസിൽ നിന്ന് പി ശശിയുടെ ബ്ലൂ ഫിലിം കാസറ്റ് എടുത്തുകൊണ്ടിരുന്ന പോലീസ് 99 അർദ്ധരാത്രി. അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള വിദഗ്ധനായ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലെ MLA മകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച നമ്മുടെ പി ശശി തന്നെയാണ് ഈ പരാതി തയ്യാറാക്കിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ പരാതി കൊടുത്ത് അവസാനം ഈ യുവതി ഇപ്പം പെട്ടിരിക്കുകയാണ്. ഈ യുവതി ഇപ്പോൾ പരാതി കൊടുത്ത യുവതി എന്തായി അവസാനം ഇപ്പം മുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് പരാതിയുമില്ല, 164 സ്റ്റേറ്റ്മെന്റും കൊടുക്കാനില്ല, ഞാൻ ഇന്ത്യയിലേക്ക് ഇനി വരുന്നില്ല, നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ കേസ് കൊടുത്തു, അവസാനം നാറിയത് ഞാനാണ്, ആ പരാതി ബലാത്സംഗമല്ലാതെ തെളിഞ്ഞിരിക്കുകയാണ്, എൻ്റെ എല്ലാ എവിഡൻസും അവരെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് യുവതി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കോടതിയിലെ വാദങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ജഡ്ജ്. ഇങ്ങനെയാണോ ബലാത്സംഗ കേസിൽ ഒരു യുവാവിനെ, ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത്? സുപ്രീം കോടതി പറഞ്ഞെന്താണ്? വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു കാരണവശാലും അത് എന്താവില്ല, അത് ബലാത്സംഗമാവില്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ കാലം കഴിഞ്ഞ ശേഷം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടന്നിരിക്കുന്നത് അതാണ്. എൻ്റെ കക്ഷി ഒരു കുറ്റവും ചെയ്തില്ല, യുവതിയുടെ താല്പര്യപ്രകാരം, യുവതിയുടെ ആഗ്രഹപ്രകാരമാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്ന സുപ്രധാനമായ രേഖകളാണ് ഈ കോടതിയിൽ ഹാജരായ ബലാത്സംഗ കേസ്. ബലാത്സംഗ കഥ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിധി പറയുന്ന ദിവസമാണ്. അല്ലെങ്കിൽ ചില സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിജീവിതയുടെ കള്ളത്തരങ്ങൾ പൊളിച്ച് കൈ കൊടുത്ത് നശിപ്പിച്ചിട്ടാണ് പ്രശസ്ത അഭിഭാഷകൻ ശാസ്ത്രമംഗൽ അജിത് കുമാർ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ് അവിടെ നിന്ന് ചില അഭിഭാഷകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിഗംഭീരമായ വാദമായിരുന്നു കോടതിയിൽ നടന്നത്. എന്തായാലും പിണറായി വിജയൻ കൊണ്ടുവന്ന 3ാമത്തെ ബലാത്സംഗ കേസും 8 നിലയിൽ പൊട്ടുന്നു. 2ാമത്തെ കേസിലുള്ള പരാതിക്കാരി എനിക്ക് പരാതിയേ ഇല്ല, ഞാൻ പോലീസിനെ സഹകരിക്കാൻ തയ്യാറല്ല, 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ പരാതിക്കാരി പിന്നെ ഹൈക്കോടതി അഡ്വക്കേറ്റ് അല്ല, ഒരു പത്രപ്രവർത്തകയാണ്, പ്രശസ്തമായ ഒരു ചാനലിലെ അവതാരകയായിരുന്നു. അവർ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പോയിട്ടുള്ളത്. ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അഡ്വക്കേറ്റ് കോടതിയിൽ, ഈ പരപുരുഷ പീഡനം അല്ല ഇവിടെ നടന്നത്, അല്ലാതെ ഇവിടെ പരസ്ത്രീ ബന്ധമാണോ പ്രധാനം? പരപുരുഷന്മാരെ തേടിപ്പോയ ആ യുവതിയല്ലേ കുറ്റക്കാരി? സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ഏറ്റവും സ്നേഹബന്ധത്തിലുള്ള യുവതി ആ ഭർത്താവിനെ വഞ്ചിച്ചിട്ടല്ലേ രാഹുൽ മാങ്കൂട്ടുമായി ഇങ്ങനെ ബന്ധത്തിന് പോയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയർത്തി. അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷൻ ആകെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളിയാണ്, സ്ഥിരം ബലാത്സംഗം ചെയ്യുന്ന ആളാണ്. അപ്പോൾ കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം, അല്ലാത്തടത്തോളം കാലം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മാത്രം ഈ പറയാൻ പറ്റും? പ്രത്യേകിച്ചും പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ വിരോധമുണ്ട്. അത് തീർക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കുകയാണ്. കള്ളക്കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ്. അതേപോലെ കേസെടുത്ത് FIR ഇട്ടത് നിയമവിരുദ്ധമാണ്. FIR ഇടുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് ഒപ്പിടണം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത് ആ പെൺകുട്ടിയുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തണം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് മൊത്തം കേസിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും പ്രധാനം ഇവിടെ ബലാത്സംഗം നടന്നില്ല എന്ന് പറയുന്ന രേഖകൾ കൃത്യമായി കോടതി പരിശോധിക്കണം. അതിനുള്ള എവിഡൻസ് ആ പെൺകുട്ടിയുടെ തന്നെ ശബ്ദരേഖയാണ് ഞാൻ ഹാജരാക്കുന്നത്. അതോടൊപ്പം ആ പെൺകുട്ടി അയച്ച വാട്സപ്പ് ചാറ്റുകളാണ് ഞാൻ ഹാജരാക്കുന്നത്. ഇതെല്ലാം വാല്യൂ ഉള്ളതാണ്. ആ പെൺകുട്ടിയെ അംഗീകരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. ആ പെൺകുട്ടിയുടെ പേരും എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും അയക്കാൻ പറ്റും. പിന്നെ ജാമ്യം നിഷേധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. കാരണം അവരുടെ പ്രധാനമായിട്ടും ആ റൂമിൽ പോയി പരിശോധിച്ചു, അവിടെ ഹോട്ടലുകാരെ പോയി പരിശോധിച്ചു, അവരുടെയൊക്കെ മൊഴി എടുത്തു കഴിഞ്ഞു. പിന്നെ ഈ ടെസ്റ്റ് ഇനിയിപ്പം എല്ലാം ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ട രേഖകളാണ്. ഫോറൻസിക് ലാബിനെ രാഹുൽ മാങ്കൂട്ടം സ്വാധീനിക്കുമെന്നാണോ കരുതുന്നത് എന്നുള്ള കൃത്യമായുള്ള വാദങ്ങൾ ഉയർത്തി സുപ്രീം കോടതിയുമായി കേരള ഹൈക്കോടതിയിൽ 5 സുപ്രധാന വിധികളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. ഇതെല്ലാം വിലപ്പെട്ട ഒരു ബലാത്സംഗമല്ല എന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ. മാത്രമല്ല
പിണറായി വിജയന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ആണ് ഇത്തരം കള്ളക്കേസുകൾ എടുത്ത് വലിയ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തയാക്കിയതും അതേപോലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തിനെ പ്രദർശന വസ്തുവാക്കിയതും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവർക്ക് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചു. കാരണം അത്രയും ജനക്കൂട്ടം തന്നെ ഇതിനെതിരായി തീർന്നു. ഒരാളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ പോലീസിനെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിധത്തിൽ നശിപ്പിക്കാനുള്ള പരിപാടി ജനങ്ങൾക്കൂട്ടം തന്നെ ആക്രമിക്കുന്നുള്ള നിലയിൽ എത്തിച്ചേർന്നിരുന്നു എന്ന് ഇന്ത്യ അലയൻസ് റിപ്പോർട്ടുണ്ടായി. എന്തായാലും കോടതിയിലെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം. അതല്ല എങ്കിൽ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടും. നന്ദി, നമസ്കാരം.